നമസ്കാരം. ഫ്രാഗ്രൻസ് മലയാളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് രണ്ട് ഫ്രാഗ്രൻസുമായിട്ടാണ്. രണ്ട് കാൽവിൻ ക്ലെയിൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ്. അപ്പം കാൽവിൻ ക്ലെയിൻ ഭയങ്കര ഫേമസ് ആണ്. മിക്കവാറും ആളുകളുടെയൊക്കെ ഫസ്റ്റ് പെർഫ്യൂം മിക്കവാറും ഡിസൈനർ കാൽവിൻ ക്ലെയിൻ്റെ ഒരു സാധനമായിരിക്കും. കാൽവിൻ ക്ലെയിൻ്റെ CK1 ഭയങ്കര ഫേമസ് ആണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ CK Everyone ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. CK Into You ഉണ്ട്, കുറേ പെർഫ്യൂംസ് കാൽവിൻ ക്ലെയിൻ ഉണ്ട്. നല്ല പെർഫ്യൂംസ് ഒരുമാതിരിപ്പെട്ടല്ല, കൂടുതലും ഫ്രഷ് ശ്രേണിയിലുള്ള ഫ്രാഗ്രൻസസ് ആണ്. അപ്പം ആ ഒരു പതിവ് സാധനത്തിൽ നിന്ന് ഒന്ന് മാറ്റി ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ആദ്യത്തെ ഫ്രാഗ്രൻസ് യൂണിസെക്സ് ആണ്. സെക്കൻഡ് ഒരു കുറച്ചുകൂടെ കൂടുതൽ ഫീമെയിൽസിലേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്. അപ്പം നമുക്കത് രണ്ടും പരിചയപ്പെടാം. ആദ്യത്തത് CKB എന്ന് പറയും. ഇതുണ്ട്. ഈ കാൽവിൻ ക്ലെയിൻ ഒരു പ്രത്യേകതയുണ്ട്, ഇതിന് അടപ്പില്ല. ഇവന്മാർ ഇതുണ്ടത് ഇങ്ങനെ ഒരു കുപ്പിയും ഇതിൻ്റെ ഒരു സീലിങ്ങുമായിട്ട് ഇങ്ങനെ തന്നിട്ട് ഈ ആറ്റോമൈസർ സെപ്പറേറ്റ് ചെയ്ത് നമ്മളിത് തന്നെ അതിങ്ങനെ ഇട്ട് ഇവിടെ മുറുക്കി ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഇതാണ് ഇതിൻ്റെ ബോട്ടിൽ. ഇങ്ങനെയാണ് നല്ല മാറ്റ് ബ്ലാക്ക് ബോട്ടിലാണ് വരുന്നത് കാൽവിൻ ക്ലെയിൻ. ദൈവമുണ്ട് താഴെ ഇതിൻ്റെ ബാച്ച് കോഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്, കണ്ടോ. പിന്നെ ഇത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ CKB എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു സ്പ്രേ നമുക്കൊരു സ്പ്രേ കയ്യെ കൊടുത്ത് നോക്കാം. കണ്ട, അറ്റോമൈസർ ഉണ്ട്. കാൽവിൻ ക്ലെയിൻ്റെ സ്റ്റാൻഡേർഡ് അറ്റോമൈസറാണ്, കുഴപ്പമില്ലാത്ത അറ്റോമൈസർ. നല്ല ഗ്രീനിഷ് സ്മെല്ലാണ്, ഗ്രീൻ ഫ്രഷ് സ്മെല്ലുള്ളൊരു ഫ്രാഗ്രൻസ് ആയത്. എവരിഡേ വെയർ ആണ്, ഓൾ ഇയർ റൗണ്ട് ആണ്, എവിടെ വേണമെങ്കിലും വെയർ ചെയ്തുകൊണ്ട് പോകും. നല്ല ജെന്റിൽമാൻലി ക്ലാസിക് സാധനമാണ്. നോട്ട്സ് വരുന്നത് ലെവൻഡർ, ഗ്രീൻ നോട്ട്, ബെർഗമോണ്ട്, മിൻറ്റ്, ജൂനിപ്പർ, മാൻഡറിൻ, ഓറഞ്ച്, ഇത്രയും സാധനങ്ങളാണ് മേളിൽ വരുന്നത്. നമുക്ക് എന്താ കിട്ടുന്നതെന്ന് ഞാൻ പറയാം. ലെവൻഡർ ഉണ്ട്, ലെവൻഡറും പച്ചപ്പുല്ലും ലെവൻഡറും ഒരു ജൂനിപ്പർ ബെറീസിൻ്റെ ഒരു അരോമാറ്റിസിറ്റിയും കൂടി ഒരു ശകലം സ്പൈസി ആയിട്ട് നമ്മുടെ പച്ചപ്പുല്ലും ലെവൻഡറും കൂടെ മണത്താൽ എങ്ങനെ ഇരിക്കും. ആ ഒരു ഗ്രീൻ സ്പൈസി സ്മെല്ലാണ് ഇത് തുടക്കത്തിൽ തന്നെ പിക്കപ്പ് ചെയ്യുന്നത്. പിന്നെ ഗ്രീൻ ഗ്രാസസ് ഉണ്ട് മിഡിൽ നോട്ടിൽ. അതിൻ്റെ കൂടെ ജാസ്മിൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ജാസ്മിൻ ഉള്ളപ്പം നിങ്ങൾക്കറിയാം, ജാസ്മിൻ എവിടെ ആഡ് ചെയ്താലും അത് കുറച്ചിങ്ങ് തള്ളി വരും. അപ്പം മിഡിൽ നോട്ടിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മിഡിൽ നോട്ടിൽ നിന്നുള്ള ആ കമ്പോണൻറ്റ് പൊങ്ങി വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നല്ല രീതിയിൽ ജാസ്മിനും ഗ്രീൻ ഗ്രാസും. പിന്നെ ഇതിനകത്ത് പീച്ച്, ഫ്രഷ്യ, മഗ്നോലിയ, ഓർക്കിഡ്, ഇത്രയും സാധനങ്ങളുണ്ട്. അപ്പോൾ കുറേ ഫ്ലവേഴ്സ് ഉണ്ട് മിഡിലിൽ. ജാസ്മിനെ കൂടാതെ തന്നെ മഗ്നോലിയ, ഫ്രഷ്യ, ഓർക്കിഡ്, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ പീച്ചും ഉണ്ട് എനിക്ക്. അപ്പോൾ ഫ്രൂട്ടി ഫ്ലവറി മിഡ് നോട്ട് ശരിക്കും ഈ ഗ്രീനിനെ ലെവൻഡറിനെയും കൂടി ഇങ്ങനെ കോംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് കുറേ വെള്ള പൂക്കളും കൂടെ ആ കൂട്ടത്തിൽ ഇങ്ങനെ ആഡ് ചെയ്ത് മണക്കുവാണ്. പച്ച പുല്ലും വെള്ള പൂക്കളും ഒരു കുറച്ച് ഫ്രൂട്ട്സും കൂടി ഉള്ള ഒരു മണവും പ്ലസ് ലെവൻഡറും കൂടെ ആഡ് ചെയ്യുന്ന ഒരു സ്മെല്ലാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന വുഡി ബേസാണ്. വുഡി ബേസിനകത്ത് ഉള്ളത് മസ്ക്, സാൻഡൽവുഡ്, സെഡർ, വാനില, അംബർ, ഒപ്പപ്പണാക്സ് ഉണ്ട്. അപ്പം ഈ ഒപ്പപ്പണാക്സ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് അറിയായിരിക്കും. അമോജിൻ്റെ ജൂബിലേഷൻ, അമോജിൻ്റെ ഇൻ്റർലൂഡ്, ബ്ലാക്ക് ആരസ്, ഇതിനകത്തൊക്കെ ഉള്ള ഒരു സാധനം ഈ ഒപ്പപ്പണാക്സ്. ഇതൊരു റെസിനാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ജുബിലേഷൻ ടൈപ്പ് ഓഫ് സ്മെല്ല് ഇതിൻ്റെ ബേസിലുണ്ട് നന്നായിട്ട്. പിന്നെ ആ മസ്കും സാൻഡൽവുഡും മസ്കും കൂടെ ചേർന്ന് നല്ലൊരു ഡ്രൈ ഡൗണും ഇതിന് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്രീൻ നേച്ചർ ഇതിനൊരു 3-4 മണിക്കൂർ ഇങ്ങനെ നിൽക്കും. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ ഒരു 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെ ഇത് നിൽക്കുള്ളൂ മാക്സിമം. പക്ഷേങ്കിൽ ഈ പ്രൈസിന് ഇത് നല്ലൊരു ഫ്രഷ് ഫ്രാഗ്രൻസ്, വലിയൊരു പ്രൈസൊന്നും ഇല്ലാതെ ഫ്രഷ്. ഇത് എയർപോർട്ടിലൊക്കെ കിട്ടും, ഒരു 1800, 2000 ആ റേഞ്ചിനൊക്കെ കിട്ടും ഡിസ്കൗണ്ടൊക്കെ ഉള്ളപ്പോൾ. അല്ലെങ്കിൽ മാക്സിമം ഒരു 2000, 2200, 2300 ആവും, അത്രേ ഉള്ളൂ. അതിന് മുകളിലോട്ട് ഇത് പോകാറില്ല. അപ്പോൾ ആ ഒരു പ്രൈസിലാണ് നമുക്ക് എയർപോർട്ടിലൊക്കെ കിട്ടുക. പിന്നെ ഓൺലൈനിൽ മേടിക്കാനാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ വേണ്ടി വന്നേക്കാം, അത്രേ ഉള്ളൂ. എന്തായാലും ഒരു 3000-നപ്പുറം ഈ ഫ്രാഗ്രൻസിന് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ, നഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു നോട്ട് ബ്രേക്ക് ഡൗൺ, ഇങ്ങനെയാണ് ഇത് മണക്കുന്നത്. ഇത് പെർഫെക്റ്റ്ലി യൂണിസെക്സ് ആണ്, ഗേൾസിനും ബോയ്സിനും എല്ലാം യൂസ് ചെയ്യാം. കാരണം ഈ വൈറ്റ് ഫ്ലവറും ഈ ഗ്രീൻ നോട്ടും വുഡി നോട്ടും കൂടെ വരുന്ന കാരണം വൈറ്റ് ഫ്ലവർ ഫീമെയിൽസ് അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് അട്രാക്റ്റീവായിട്ട് അവിടെ തോന്നും.
മെയിൽസ് അടിച്ചു കഴിഞ്ഞാൽ ഗ്രീനും വുഡിയും കൂടെ കൂടിയ ആ ഒരു അട്രാക്റ്റീവ്നെസ് അവിടെ കാണും. അപ്പോൾ ഇതൊരു ടോട്ടൽ യൂണിസെക്സ് ഫ്രാഗ്രൻസ് ആണ്, ആർക്കും വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പം പ്രൈസ് റേഞ്ച്, വില, പ്രൊജക്ഷൻ മീഡിയം പ്രൊജക്ഷനാണ്, ഒരുപാട് ലൗഡായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് പോകുന്ന സാധനമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്ലോസ് ആയിട്ട് ആൾക്കാരുടെ കൂടെ ഇരിക്കേണ്ട ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ കാറിനകത്തൊക്കെ ഇരുന്ന് ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകണേ ഇതൊക്കെ അടിച്ചിട്ട് കയറി കഴിഞ്ഞാൽ ആരും ഒന്നും പറയാല്ല, എല്ലാവരും നല്ല റിഫ്രഷ്ഡ് ആയിട്ടിരുന്നോളും കേട്ടോ. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടിക്കാറുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റത്തില്ല ഇത് ഈ ബ്ലാക്ക് ബോട്ടിൽ ഏതാണ്. എനിക്കിഷ്ടപ്പെട്ട ഒരു ഫ്രാഗ്രൻസിൽ വന്നാൽ കേട്ടോ, നല്ല റിഫ്രഷിങ്. അടുത്ത ഫ്രാഗ്രൻസ് ആണ് കാൽവിൻ ക്ലൈൻ്റെ തന്നെ ട്രൂത്ത്. ഇതുണ്ടോ, കാൽവിൻ ക്ലൈൻ ട്രൂത്ത്. ഇങ്ങനെയാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്, ഇവിടെ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതുണ്ട് ബോട്ടൊക്കെ പോലത്തെ ഒരു, ഈ താഴെ ഇങ്ങനെ ഫ്ലാറ്റായിട്ട് ഇങ്ങനെയുള്ളൊരു ബോട്ടിലാണ് ഇത് വരുന്നത് കണ്ടോ. ഇതിങ്ങനെ ഇത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഈ ഫ്രാഗ്രൻസിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഡിസൈൻ ചെയ്ത ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ആൽബർട്ടോ മുറിയാസ്, രണ്ട് ജാക്ക് കവലിയർ ബെല്ലറ്റോഡ്. ആൽബർട്ടോ മുറിയാസിനെ അറിയാം, ഒരുമാതിരിപ്പെട്ട ഇപ്പം വിപണിയിലുള്ള എല്ലാ മേജർ സെൻ പ്രൊഫൈലും ഉണ്ടാക്കിയ ഫ്രാഗ്രൻസ്, മെയിൽ ഫ്രാഗ്രൻസസ് എല്ലാം, എല്ലാത്തിൻ്റെയും മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്രാഗ്രൻസസിൻ്റെ എല്ലാം തലതൊട്ടപ്പനായിട്ടുള്ള ഒരു പെർഫ്യൂമറാണ് അങ്ങേര്. ജാക്ക് കവലിയർ ബെല്ലറ്റോട്ടിനെ അറിയാം നിങ്ങൾക്ക്, ലൂയി വിറ്റോണിൻ്റെ ഇൻഹൗസ് പെർഫ്യൂമറാണ് അങ്ങേരാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഇമാജിനേഷൻ, പസഫിക് ചില്ല് ഇതെല്ലാം ഉണ്ടാക്കുന്നത്, ഫ്രഷിയുടെ ആളാണ് പുള്ളി. അപ്പോൾ ഇവർ രണ്ടും കൂടെ ചേർന്നാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ ഈ പെർഫ്യൂം ഒരു വണ്ടറാണ്. ഇത് ഗേൾസിനാണ് ഇത് കൂടുതൽ സ്യൂട്ട് ആകുന്നത് പക്ഷേങ്കിൽ എന്നാലും യൂണിസെക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഭയങ്കര ഫ്രഷാണ് ഈ സാധനം. ഇത് ഞാൻ പറഞ്ഞു തരാം, ഇതിന് കുറച്ചൊരു നോട്ട്സ് ഉണ്ട്, കുറച്ച് സ്ട്രേഞ്ച് നോട്ട്സ് ഉണ്ട്, ഞാൻ പറഞ്ഞു തരാം. ഭയങ്കര പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആണ് നോട്ട്സ് എല്ലാം കൂടെ. അപ്പം നമുക്കിവിടെ ഒരു 2 സ്പ്രേ കൊടുത്തു നോക്കാം. ഇത് ക്ലാസിക് കാൽവിൻ ക്ലൈൻ അറ്റോമൈസർ. ഇത് നമ്മളിങ്ങനെ പെർഫ്യൂം അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ എയറിൽ കിട്ടുന്ന ഇങ്ങനെ വന്നിട്ട് എങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ എയറിൽ കിട്ടുന്ന മണം എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. എയറിൽ കിട്ടുന്നത് ഭയങ്കര ലൈറ്റ് ഫ്രഷ് സ്മെല്ലാണ്, നല്ല ഷവർ ജെൽ വൈബാണ് ഇതിന്. ഈ പെർഫ്യൂമിൻ്റെ ടോപ്പ് നോട്ട് വരുന്നത് ബാംബു, ക്ലോവർ, ഫ്ലവർ, അതൊരു ഫ്ലവർ ആട്ടെ, ക്ലോവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ബെർഗമോട്ട്, വെറ്റിവർ, ലെമൺ, പച്ചൂലി. അപ്പോൾ ഈ ക്ലോവർ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലവറിനൊരു ഭയങ്കര ഒരു സ്വീറ്റ് സ്മെല്ലാണ്. നമ്മുടെ ഈ ഹണി നമ്മുടെ വൈക്കോലിനകത്ത്, നമ്മുടെ വൈക്കോലിനൊരു മണമുണ്ടല്ലോ, കച്ചി വൈക്കോലിനൊരു മണമുണ്ട്. ആ മണത്തിനകത്തേക്ക് കുറച്ച് തേനും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആ രീതിയിലാണ് ഈ ഇത് മണക്കുക. അപ്പോൾ സ്വീറ്റാണ്, ഹണി സ്വീറ്റാണ് ഈ ക്ലോവർ ഫ്ലവർ. ബാംബു, നിങ്ങൾ മുള മണത്തിട്ടുണ്ടാവുമല്ലോ, മുളയ്ക്കൊരു മണമുണ്ടല്ലോ, ആ മുളയുടെ മണവും ഈ ഒരു സ്വീറ്റ്നെസ് വിത്ത് ഒരു കച്ചിയുടെ മണം വിത്ത് രാമച്ചത്തിൻ്റെ മണം, വെറ്റിവറും പിന്നെ ഈ മഴ പെയ്ത് കഴിഞ്ഞാലുള്ള ഒരു തരം ഗന്ധമുണ്ട്, എർത്തി സോയിൽ സ്മെല്ല്, അതായത് നമ്മുടെ ഈ മണ്ണിൻ്റെ മണം എന്ന് പറയും, പച്ചൂലിയുടെ മണം. അത് അങ്ങനത്തെ ഈ ഉണങ്ങിയ ഇലയൊക്കെ പൊട്ടിച്ചിട്ട് മണക്കുന്ന നല്ല മണമുള്ള ഇല കേട്ടോ, അല്ലാതെ ഏതെങ്കിലും ഉണങ്ങിയ ഇലയല്ല, പല ഉണങ്ങിയ ഇലയിലും കിട്ടാനുണ്ട്, അതിൻ്റെ ഒന്നും മണമല്ല. അപ്പം അതാണ് പച്ചൂലിയുടെ ഒരു സ്മെല്ല്. അതാണ് ഇതിൻ്റെ ടോപ്പ് നോട്ട്. അപ്പം ടോപ്പ് നോട്ട് അത്രയ്ക്കും ഫ്രഷാണ്. ആ ബാമ്പുവിൻ്റെ ഗ്രീൻനെസ്സും വെറ്റിവറിൻ്റെയും പച്ചൂലിയുടെ എർത്തിനെസ്സും ബാമ്പുവിൻ്റെ ഗ്രീൻനെസ്സും ഈ ക്ലോവർ ഫ്ലവറിൻ്റെ ഒരു സ്വീറ്റ്നെസ്സും കൂടെ കൂടി ചേർന്നാണ് ഇതിൻ്റെ ടോപ്പ് നോട്ട്. അസാധ്യ ടോപ്പ് നോട്ടാണ് കേട്ടോ, കൊള്ളാം. പിന്നെ ലെമൺ, അത് കോൺട്രാസ്റ്റിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ നടുക്കോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ലില്ലി, പിയോണി, പിന്നെ സിൽക്ക് വുഡ് ബ്ലോസം, ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. ലില്ലി, പിയോണി, സിൽക്ക് വുഡ് ബ്ലോസം. ഈ പിയോണിയുടെ എന്ന് പറഞ്ഞാൽ ഒരു ജെൻറ്റിൽ അതായത് നമ്മുടെ ഈ ഒരു ഫ്ലവറൊക്കെ ഉള്ളൊരു സീസണിൽ ഇങ്ങനെ ഒരു കാറ്റൊക്കെ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജെൻറ്റിൽ സ്മെല്ലുണ്ട്. അതുപോലത്തെ ഒരു വളരെ ലൈറ്റ് സ്മെല്ലുള്ള ഒരു ഫ്ലവറാണ് ഈ പിയോണി എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ലില്ലി,
സിൽക്ക് വുഡ് ബ്ലോസം. ഈ സിൽക്ക് വുഡ് ബ്ലോസം നമ്മുടെ ഒരു ഫ്രാഗ്രൻസ് കമ്പനി ഉണ്ടല്ലോ, ജോമലോണിനൊക്കെ അതിന് ബേസ് ചെയ്ത് മാത്രമുള്ള ഫ്രാഗ്രൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഇതെല്ലാം ഫ്ലവേഴ്സാണ്. ഫ്ലവേഴ്സ് വിത്ത് സാൻഡൽവുഡ് ആൻഡ് ബ്ലാക്ക്ബെറി. അപ്പോൾ നോക്കട്ടെ, സാൻഡൽവുഡും ബ്ലാക്ക്ബെറിയും കൂടി ബ്ലാക്ക് ബെറി ആയിട്ട് എനിക്ക് അങ്ങനെ കിട്ടുന്നില്ല. എന്നാലും ഞാൻ പറയാം, ഫ്രൂട്ടി ഫ്ലവറി മിഡ് നോട്ട്, മറ്റേതുപോലെ തന്നെ ഫ്രൂട്ടി ഫ്ലവറി മിഡ് നോട്ട് വിത്ത് ബേസ് നോട്ട് വരുന്നത് അഗെയിൻ മസ്ക്, വനില, അമ്പർ. അപ്പം ഇതിനെല്ലാം കൂടി ഒരു വനില ടച്ചും കൂടെ കൊടുത്തിരിക്കുക, മസ്കി വനില ടച്ചും കൂടെ കൊടുത്തിരിക്കുക. അമ്പറിഷ് സ്മെല്ലെന്ന് പറയാൻ പറ്റത്തില്ല, അത് ചിലപ്പോൾ ഒന്ന് ഇതിനിട്ടായിരിക്കും, പെർഫ്യൂം കോൺട്രാസ്റ്റ് ചെയ്യാനിട്ടായിരിക്കും. ഇങ്ങനെയാണ് ഇത് മണക്കുന്നത്. അപ്പം മേളിൽ നല്ല ഗ്രീൻ, എർത്തി, സ്വീറ്റ്, ഫ്ലവറി, അമ്പറി, വനില, ആ ഒരു രീതിയിലാണ് മണക്കുന്നത്. നല്ല ഫ്രഷ് പെർഫ്യൂമാണ്, ലേഡീസിന് പറ്റിയ സാധനമാണ്. ഇതും പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിൽ 5 മണിക്കൂറൊക്കെ മാക്സിമം നിൽക്കുകയുള്ളൂ. പിന്നെ അതൊരു സ്കിൻ സെൻ്റായിട്ട് കുറേ നേരം കൊണ്ട് നിൽക്കും, ഒരു 6-7 മണിക്കൂറൊക്കെ സ്കിൻ സെൻ്റായിട്ട് നിൽക്കും. പിന്നെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം പ്രൊജക്ഷൻ ഒക്കെ ഉള്ളൂ, അല്ലാതെ ഒരുപാട് പ്രൊജക്റ്റ് ചെയ്ത് കയറത്തില്ല. ഇതും ഈ പറഞ്ഞ പോലെ നല്ലൊരു ക്ലാസിക് വുമൺ ഫ്രാഗ്രൻസ് ആണ്. അപ്പം താല്പര്യമുള്ള ലേഡീസിന് ഇത് വാങ്ങിച്ച് നോക്കാവുന്നതാണ്. ബോയ്സിന് അടിക്കാൻ കേട്ടോ, ബോയ്സിന് അടിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ കോംപ്ലിമെൻറ്റ് ബീസ്റ്റാണ്, ഇഷ്ടം പോലെ കോംപ്ലിമെൻറ്റ് കൊണ്ടുതരും. നിങ്ങളിപ്പം ലേഡീസാണോ ജെൻസാണോ അടിച്ചിരിക്കുന്നതെന്നൊന്നും ആൾക്കാർ നോക്കത്തില്ല. അടുത്ത് നിന്ന് മണക്കുന്നവർ ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും പെർഫ്യൂം ഏതാണ്. അങ്ങനത്തെ ഒരു സാധനം ഇത്. അത്യാവശ്യം നല്ല കോംപ്ലിമെൻറ്റ് പുള്ളി ചെയ്യുന്നൊരു സാധനം. പിന്നെ ഇതിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടോ നിങ്ങൾ? കാണാം, നല്ല ഓയിൽ കോൺസെൻട്രേഷൻ ഉണ്ട്. ഇത് നമ്മുടെ യൂസഫ് ഭായ് പറഞ്ഞ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഒരു ടെക്നിക്കാണ്, കുറേ നേരം നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കോൺസെൻട്രേഷനൊക്കെ ഉണ്ട് ഇതിനകത്ത്. നല്ല പെർഫോമൻസ് ഒക്കെ ഉള്ള പെർഫ്യൂമാണ് കേട്ടോ, കുഴപ്പമില്ലാത്തൊരു നല്ലൊരു പെർഫ്യൂം, എനിക്കിഷ്ടപ്പെട്ടു. അപ്പം ഈ 2 പെർഫ്യൂമും നിങ്ങൾ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ ഉറപ്പായിട്ട് ഇരിപ്പുണ്ടാവും, ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ഇടയ്ക്ക് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലായിരുന്നു തോന്നി, ഇപ്പോൾ പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. അപ്പം ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നവർ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.